ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിലെ ട്രിപ്പിൾ ട്രിപ്പിൾ ട്രോഫി. ട്രിപ്പിൾ അടിക്കുക എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ കുറെ പേർക്ക് അറിയായിരിക്കും, കുറെ പേർക്ക് അറിയാത്തവരുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതുവരെ ഫുട്ബോൾ ചരിത്രത്തിൽ ട്രിപ്പിൾ അടിച്ച ക്ലബ്ബുകളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും കൂടുതൽ ട്രിപ്പിൾ അടിച്ച ക്ലബ്ബുകൾ ബാഴ്സലോണ ആൻഡ് ബയൺ മ്യൂണിക്കാണ്. 2 തവണയാണ് ഇവർ ട്രിപ്പിൾ അടിച്ചിട്ടുള്ളത്. ഈ സീസണിൽ ബാഴ്സലോണയ്ക്ക് മൂന്നാമത്തെ ട്രിപ്പിൾ അടിക്കാനുള്ള നല്ലൊരു അവസരമായിരുന്നു. അത് ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ പുറത്തായതോടുകൂടിയിട്ട് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ അടിച്ചിരിക്കുന്നത് ബയൺ മ്യൂണിക്കാണ്. ബയൺ മ്യൂണിക്ക് 2 ട്രിപ്പിൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ വേറെ മറ്റുള്ള ക്ലബ്ബുകൾ ആരൊക്കെയാണ് ട്രിപ്പിൾ അടിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഇതിൽ സെൽറ്റക് ക്ലബ്ബാണ് 1966-67 സീസണിൽ ഒരു ട്രിപ്പിൾ അടിച്ചിരിക്കുന്നത്. യുഎഫ ചാമ്പ്യൻസ് ലീഗും അവിടുത്തെ ലീഗും അവിടുത്തെ കപ്പും അങ്ങനെ 3 ട്രോഫികളും സ്വന്തമാക്കിയത്. അടുത്തത് 1971-72 സീസണിൽ അജാക്സ് അപ്പൊ കത്തിക്കയറി നിൽക്കുന്ന സമയമായിരുന്നു. ആ ഒരു 10 വർഷമൊക്കെ. ഈ അജാക്സിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ പുതിയ പ്ലേയേഴ്സിനെ ഉത്പാദിപ്പിക്കുക, നല്ല വിലയ്ക്ക് വിൽക്കുക. ഈ ബൊറൂസിയ ഡോട്ട്മണ്ട് അതേപോലെ ലാമാസിയ പോലത്തെ ഒരു അക്കാദമി പോലത്തെ 2 ക്ലബ്ബുകളാണ് ഈ അജാക്സും. അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് അജാക്സിൽ നിന്ന് വന്നിട്ടുണ്ട്. അടുത്തത് പി എസ് വി ഇപ്പോഴൊന്നും വലിയ ഫോമില്ലെങ്കിലും ആ ഒരു കാലത്ത് 80കളിൽ തിളങ്ങി നിന്നൊരു ക്ലബ്ബാണ്. 1987-88 സീസണിലാണ് PSV ഈ 3 ട്രോഫികളും നേടിച്ച് ഹാട്രിക് അടിക്കുന്നത്. അതിനുശേഷം 1998-99 നമ്മുടെ ചെകുത്താന്മാർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ വർഷത്തെ 3 കപ്പും ചാമ്പ്യൻസ് ലീഗ് അവർ ട്രോഫി അടിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആ സമയത്തൊക്കെ 90s എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫാൻസ് റൂണിയൊക്കെ കഴിക്കുന്ന സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊക്കെ ഒരുപാട് ഫാൻസ് അന്ന് തിളയ്ക്കുന്ന ചോരത്തിളപ്പിന്റെ ചെകുത്താന്മാരുടെ കളിയായിരുന്നു. അങ്ങനെ അവർ 3 ട്രോഫി എടുക്കുന്നത്. അതിന്റെ തൊട്ട് വർഷം 2008-2009 ബാഴ്സലോണ ട്രിപ്പിൾ അടിച്ചത്. ബാഴ്സലോണയുടെ ആദ്യത്തെ ട്രിപ്പിൾ ആയിരുന്നു അത്. നമ്മുടെ ഗാഡിയോളയിൽ നിന്നാണ് ആ ട്രിപ്പിൾ നേടിയത്. അന്ന് 3 ട്രോഫിയുമായി അന്ന് മെസ്സി അടക്കമുള്ള സംഘം, പിയോള്, മെസ്സി, സാവി, ഇനിയസ്റ്റ മൊത്തം ഒരു ടീമായി കളിച്ചിരുന്നത്. 2009-10 ഇത് ബാഴ്സലോണയ്ക്ക് എതിരായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഇന്റർമിലാന്റെ ഫസ്റ്റ് ട്രിപ്പിളാണ്. അതിൽ ജോസ് മൊറിനിയോ ഈ ചങ്ങായി കോച്ചായിട്ട് വന്നിട്ട് ഇയാൾ പലവിടെയും പോയിട്ട് പലതും കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. പല ട്രോഫികളും എടുത്തു കൂട്ടിയിട്ടുണ്ട് പല ടീമിനെ കൊണ്ടും. ഏറ്റവും കൊണ്ടുവന്ന ടീമിനെ കൊണ്ടൊക്കെ ചാമ്പ്യൻസ് ലീഗ് അടുപ്പിച്ച ചരിത്രം ഇയാൾക്കുണ്ട്. അങ്ങനെ 1909-10 സീസണിൽ ഇന്റർമിലാന് വേണ്ടിയിട്ട് ഫസ്റ്റ് ട്രിപ്പിൾ അടിച്ചു. അതിനുശേഷം 2012-13 സീസണിൽ നമ്മുടെ പെപ് ഗാർഡിയോള ബയണിന് പോയിട്ട് ബയൺ മ്യൂണിക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ട്രിപ്പിൾ. അതേപോലെ അടുത്ത സീസണിൽ 2014-15 ലൂയിസ് എൻട്രിക്ക് ഇപ്പോഴത്തെ PSG കോച്ചിന്റെ കീഴിൽ എമർസൺ ട്രയത്തിന്റെ ഒരു ഫോം കണ്ട ആ ഒരു സീസണിൽ ബാഴ്സലോണ അടിച്ചു സെക്കൻഡ് ട്രിപ്പിൾ. അന്ന് വരെ ആർക്കും സ്വന്തമാക്കാൻ പറ്റാത്ത ഒരു ചാൻസ് ആയിരുന്നു. എന്താ പറയുക, ഈ ഒരു പല ക്ലബ്ബുകളും അടിച്ചിട്ടുണ്ടാവും. ചാമ്പ്യൻസ് ലീഗ് അടിക്കുമ്പോൾ ലീഗ് കിട്ടില്ല, ലീഗ് കിട്ടുമ്പോൾ അവിടുത്തെ കപ്പ് കിട്ടില്ല. അങ്ങനെ ഉള്ള 3 ട്രോഫികൾ കിട്ടാതെ നിൽക്കായിരുന്നു. അതേപോലെ അടുത്ത സീസണിൽ 2019-20 ഇവിടെ ഇപ്പോഴത്തെ ബാഴ്സലോണ കോച്ച് ഹൻസി ഫ്ലിക്കിന്റെ കീഴിൽ ബയൺ മ്യൂണിക്ക് ട്രിപ്പിൾ അടിക്കുന്നു. എന്നിട്ടാണ് ചങ്ങായി അവിടുന്ന് ജർമ്മൻ ടീമിന്റെ കോച്ചാവുന്നത്. അവിടുന്ന് ചരിത്രപരമായി ആദ്യമായിട്ട് ഒരു ക്ലബിൽ നിന്ന് പുറത്ത് സാക്ക് ചെയ്യുന്നത് ചങ്ങായി ഹൻസി ഫ്ലിക്കാണ്. അതിനുശേഷം ഇപ്പോൾ ബാഴ്സലോണയിൽ വന്നിട്ട് ആള് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഞാൻ ആരാന്നുള്ളത്. അതിനുശേഷം 2023-24 സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് നേടുന്നത് സിറ്റി. ചാമ്പ്യൻസ് ലീഗും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും കപ്പും എല്ലാം തൂക്കിയിട്ട് ട്രിപ്പിൾ അടിക്കുന്നു. ഇത് ആരുടെ? ഗാഡിയോളയ്ക്ക് തേർഡ് ട്രിപ്പിളാണ് ഗാഡിയോളയ്ക്ക് കിട്ടുന്നത്. ബാഴ്സലോണയിലും ബയൺ മ്യൂണിക്കിലും വന്ന് സിറ്റിയിലും അടിച്ചു ചങ്ങായി. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം 2022-2023 കാലം അവർക്ക് എല്ലാം ഷെൽഫ് മൊത്തം ഒരു ക്ലബിനും കൊടുക്കാതെ എല്ലാ ട്രോഫികളും വാരികൾ കൂട്ടിവെച്ച സീസണായിരുന്നു. അങ്ങനെ 2023 അങ്ങനെ 2 പ്രാവശ്യം ഇത് വിൻ ചെയ്തത് ബയൺ മ്യൂണിക്കും ബാഴ്സലോണയാണ്. ഇതിൽ 15 UCL അടിച്ച റയൽ മാഡ്രിഡൊന്നും ഇത് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല. ബാഴ്സലോണ ഫാൻസ് പിടിച്ചേക്കുന്നതാ. റയൽ മാഡ്രിഡ് 15 UCLന്റെ കഥ പറയുമ്പോൾ ബാഴ്സലോണ ഞങ്ങൾക്ക് ട്രിപ്പിൾ ഉണ്ട്, നിങ്ങൾക്ക് ട്രിപ്പിൾ ഉണ്ടോ, അത് ഞങ്ങൾക്ക് 1 അല്ല 2 ഉണ്ടെന്ന് പറയും. അത് ശരിക്കും റയൽ മാഡ്രിഡിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയത്, പക്ഷെ ഫൈനലിലൊക്കെ വെച്ച് പോയതാണ്. ചാമ്പ്യൻസ് ലീഗ് അടിച്ച സീസണിൽ തന്നെ ലാ ലീഗ് പോവും, അല്ലെങ്കിൽ കോപ്പ ഡെൽ റേയിൽ പോവും, ഏതെങ്കിലും ഒന്ന് അത് പോയിട്ട്. ഈ സീസണിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നമ്മുടെ PSG ലൂയിസ് എൻട്രിക്കിന്റെ സെക്കൻഡ് ട്രിപ്പിൾ ആവാനാണ് ചാൻസ്. ഫൈനലിൽ ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഇനിയുള്ളത് ഫ്രഞ്ച് കപ്പാണ്. ഫ്രഞ്ച് കപ്പിൽ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അത് അത്ര സ്ട്രോങ് ഒന്നും അല്ലാത്തൊരു ടീമാണ്, പക്ഷെ ഫൈനൽ ഒരു ദിവസത്തെ കളിയാണ്, അതിലെന്ത് സംഭവിക്കാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ലൂയിസ് എൻട്രിക്കിന്റെ സെക്കൻഡ് ട്രിപ്പിൾ ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക്
എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചിരുന്നതായിരിക്കും.